ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുക്കുന്നത്. കാരണം ഞാൻ വിചാരിക്കാതെ ഇന്ന് എനിക്കൊരു സാധനം കിട്ടി. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. എനിക്ക് പെട്ടി പൊട്ടിക്കാനുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് സത്യം പറയാൻ വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ രാവിലെ ഇരുന്നപ്പം എനിക്ക് കോള് വന്നു. പർപ്പിളിൽ നിന്നാണ് കേട്ടോ കോള് വന്നേക്കുന്നത്. അപ്പൊ ഇന്ന സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, ആരായി ഓർഡർ ചെയ്തത്? എന്തായാലും ഓർഡർ ചെയ്ത് എനിക്ക് സാധനം കിട്ടി. അപ്പൊ ഈ സാധനത്തിന് എന്താണ് പെട്ടിക്കാന്ന് എനിക്കറിയത്തില്ല. നമുക്കപ്പം ഒരുമിച്ച് പെട്ടി തുറന്ന് സാധനം കാണാം. ഭയങ്കര എക്സൈറ്റ്. അല്ലെങ്കിൽ എനിക്ക് പെട്ടി തുറക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെന്റാണ്. അപ്പം നമുക്ക് സാധനമൊക്കെ ഒന്ന് പൊട്ടിച്ച് കാണാം കേട്ടോ, അല്ലേ കുട്ടാ? അതുപോലെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ചെടിയാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ അയക്കുമല്ലോ. എനിക്ക് എന്തോ ഭയങ്കര, എനിക്ക് എൻ്റെ കയ്യിൽ ഒത്തിരി പാവകളുണ്ട്. അങ്ങനെയുള്ള ഒരു പാവയാണ് ഇവര്. പക്ഷെ ഇവരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാനിങ്ങനെ 2-3 തവണ ഇങ്ങനെ ഷോപ്പിൽ പോയി ഇങ്ങനെ കണ്ട് എപ്പോഴും എടുത്തെടുത്ത് പിന്നെ എനിക്ക് വേണമെന്ന് തോന്നി അങ്ങനെ ദിവസം മേടിച്ച് ആണ്. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് തോന്നും വീഡിയോയ്ക്ക് കുറച്ച് ക്യൂട്ട്നെസ് തോന്നാൻ വേണ്ടി എടുത്ത് പിടിച്ചേക്കണം. അങ്ങനെയല്ല. പിന്നെ എപ്പോഴും ഞാൻ കണ്ടില്ല, എനിക്ക് കാണുമ്പോൾ അറിയാം. കുറേ നാളായി പാവം, പക്ഷെ ഇപ്പൊ ഒരു പൊടി പോലും ഇല്ല കേട്ടോ. അപ്പം നമുക്കേ പെട്ടി പൊട്ടിക്കൽ ചടങ്ങിലേക്ക് കിടക്കാവേ. ഞാൻ ഓൾറെഡി അപ്പം അയ്യോ, പുറകിലൊരു ഒരാള് പന്നിക്കുട്ടൻ കണ്ടാ. പക്ഷെ ഈ പന്നിക്കുട്ടനെ ഇവിടുത്തെ കുട്ടികൾ വേറെ ഏതോ കുട്ടനാക്കി മാറ്റിയിരിക്കുകയാണ്. എന്താണ് കണ്ണും ഇതൊക്കെ കൊളാക്കി കളഞ്ഞു കണ്ടോ. ഇതും ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ച, പക്ഷെ അത് പിള്ളേരുടെ കൈ കൊടുത്തോണ്ട് പിള്ളേർ കുളമാക്കി കളഞ്ഞ്. ഇതിനെ ഞാൻ കൊടുത്തില്ല, അതുകൊണ്ട് കുളമായില്ല. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ പെട്ടിക്കാൻ ഇതൊക്കെ എടുത്ത് നോക്കാവേ. അപ്പൊ നമുക്ക് പെട്ടി പൊട്ടിക്കാം. ഇവിടെ കാണുന്നില്ല. ഇതിന്റെ മണ്ടയ്ക്ക് കാക്ക ചോറിയതൊന്നും അല്ല. ഇതിന്റെ മണ്ടയ്ക്ക് മറ്റേ മൈലാഞ്ചി ആയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് പൊട്ടിക്കാം. എത്ര രൂപയുടെ സാധനം ഇതിനകത്ത് ഇരിക്കണമെന്നറിയോ? പറയത്തില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങോട്ട് വെക്കാറ്. ഓരോന്നോരോന്നായിട്ട് ബായ്. ഒരു ബാഗ് ഇങ്ങനൊക്കെ ഇതായിരിക്കും. കൊള്ളാം, ബാഗ് കൊള്ളാം കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ ബാഗ്. നല്ലൊരു ബാഗാണ്. നല്ല കൊള്ളാം, സൂപ്പർ.
ഇനിയും ഇതിന്റെ അടിയിൽ വീണ്ടും ഒരു പെട്ടി ഗൈസ്. എത്ര പെട്ടികളായത്? ഈ ഒരു പൊട്ടിച്ച് നോക്കാതെ. ഈ ഒരു പെട്ടി പൊട്ടിച്ച് നോക്കാം എന്താണ്. ഇത് രണ്ടാണ്. ഇതെന്തോ വിലയുള്ള സാധനങ്ങൾ. മനസ്സിലായി, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. ഞാനേ ഇങ്ങനെ ഓരോങ്ങനെ നോക്കുമ്പോൾ എനിക്കിങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെ എന്തോ മേടിച്ചേക്കുന്നതാണ്. അടിപൊളിയായിട്ട് ഇതെല്ലാം എന്തോ ഇത് മാർച്ചിന്റെ എനിക്ക് തോന്നുന്നു ഒരു സെറ്റായിട്ട് വരുന്നതൊക്കെയാണ്. ഇതെല്ലാം ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഷോർട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ എല്ലാം. അല്ലേ വേണ്ട പൊട്ടിച്ചേക്കാല്ലേ, പിന്നെ അല്ലേ ഷോർട്ട് വീഡിയോ. അതും ഇപ്പൊ കയ്യട്ടെ. അപ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഇന്ന് ആരെയാണ് ഞാൻ കണി കണ്ടേന്ന് ആലോചിക്കുന്നത്. എന്നെ കൂടിയാണ് തോന്നി. പക്ഷേലേ കണ്ടോ ഇതിനകത്ത് കണ്ണും കാണുന്നില്ലെന്ന് തോന്നുന്നു. കണ്ണ് മഞ്ഞളിച്ചാ ഇല്ല. ഇതിനകത്ത് ഐഷാഡോ, ബ്ലഷർ, ഹൈലൈറ്റ്, കോമ്പാക്ട്, ലിപ്സ്റ്റിക്ക്, കാജൽ, ഇത്ര സാധനമാണ് ഈ ഒരു ഗുണത്തിലായിട്ട്. കൊള്ളാം, ഇത് കൊള്ളാം, എല്ലാം കൊള്ളാം. ഇതൊക്കെ ഫ്രീ ഐറ്റംസ് ആണ് കേട്ടോ. ചെറുതായിട്ട് ഇതിനു മുന്നേ ഇതുപോലെ ഫ്രീ ഐറ്റം കിട്ടിയ ഒരു ഡോട്ടാനിക്ക് ഇമാതിരി ഇങ്ങനെ ചെറുതായിട്ട് അത് ഞാൻ മേടിച്ചാട്ടോ. മേടിച്ച് കിട്ടിയതിലാണ് ഇപ്പോൾ ഡോട്ടാനിക്ക് ഞാൻ സ്ഥിരമായിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. ആ ഡോട്ടാനിക്കയുടെ എന്താ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുക്കുവോ അങ്ങനൊന്നും അല്ല, പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. ഉള്ളത് അങ്ങനെ തന്നെ, പ്രത്യേകിച്ച് ഇപ്പൊ കുരുവര അങ്ങനെയുള്ളതൊന്നുമില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ ഒരു തന്നെ. അതിനെന്താ പറയാ, ഇതിങ്ങനെ ഒന്നും പറയാൻ അറിയത്തില്ല ഒന്നാമത്തെ കാര്യം. നല്ലൊരു ക്രീം അത്ര പറയാവുന്നുള്ളൂ. നമ്മളെങ്ങനെ ഇരിക്കുന്നു അങ്ങനെയല്ലേ ഇരുന്നോളും. പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കി തരത്തില്ല. അതായത് കുരുവില്ലാത്ത മുഖത്ത് കുരു വരുവോ കാര വരുവോ അങ്ങനെ ഒന്നും ഉണ്ടാവൂല. നമ്മൾ എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ചുള്ള പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഇതെന്താ മേബിലിൻ ന്യൂയോർക്ക് എറൈസർ. എന്താ സാധനം? ഇതിന്റെ ഒക്കെ ഒരു വീഡിയോ ഷോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത്
ഡോട്ട് ആൻഡ് കീയുടെ എനിക്ക് ഇതൊക്കെ ഫ്രീ ആണോ സാധനം അറിയാൻ പാടില്ല. ഡോട്ട് ആൻഡ് കീയുടെ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ലോറിയൽ പാരീസിന്റെ ഗ്ലൈക്ലോറിക് ബ്രൈറ്റ് ഇൻസ്റ്റന്റ് ഗ്ലോയിങ് സീറം ആണ് കേട്ടോ. വിസിബിൾ ഇലിമിനേറ്റ് സ്പോട്സ് ഈവൻ അടുത്തടുത്ത കാണാം. ഇപ്പൊ കണ്ടതിന്റെ തന്നെ വലുത്, ഇത് ചെറുത്. അപ്പൊ ഇത് ഫ്രീ ആണോ? അതിലാരൊക്കെ ഫ്രീ കിട്ടിയേക്കുന്നത്? എൻവൈവയുടെ ഇത് സ്ട്രോപ്പ് ക്രീമാണ്. ഇത് നന്നായി, ഇത് തീർന്നിരിക്കുവായിരുന്നു. താങ്ക് യു. എന്റെ വലിയ വെട്ടിയാ. വീണ്ടും വേറൊന്നുമല്ല. സത്യം പറയാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും എന്നെപ്പോലെ തന്നെ എല്ലാ പെൺകുട്ടികൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലടാ. ഓക്കെ, അപ്പം എനിക്ക് വേറെ ഒരു വിശേഷമൊന്നുമില്ല. ഇന്ന് നല്ലൊരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു സോ മച്ച്. പിന്നെന്തോ ബാഗ് ഉണ്ടല്ലോ, ബാഗ് വരെ ഉണ്ട്. ബാഗിനകത്ത് ഇടാൻ വേണ്ടിയായിരിക്കും. ബാഗ് വരെ ഉണ്ട്. അപ്പൊ ബാഗിനകത്തോട് നമ്മൾ ഇത് ഇട്ടാൽ മതിയായിരിക്കും അല്ലേ ഗൈസ്? അപ്പം ഓക്കെ, ബൈ. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ കൂടെ അമർത്തി കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ അറിയാമല്ലോ അതൊക്കെ തന്നെ. അപ്പം ഇനിയിപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം ഓക്കെ, ബൈ.